ചിട്ടയായി വളർത്തിയെടുത്ത പൂന്തോട്ടം, മനോഹരമായി ഡിസൈൻ ചെയ്യപ്പെട്ട ചെറിയ ഹട്ടുകൾ. ആകെക്കൂടി കാണുമ്പോൾ ആരും ചിന്തിക്കും ഒരു റിസോർട്ടല്ലേ എന്ന്. പക്ഷേ ഇതൊരു റിസോർട്ടേ അല്ല. കണ്ണുകൾ കാട്ടിത്തരുന്നത് പലതും നമ്മൾ കരുതും പോലെ ആകണമെന്നില്ല. കണ്ണുകൾ ഉടക്കി നിൽക്കുന്നിടത്ത് കാഴ്ചകളിലുള്ളതിനേക്കാൾ ഭംഗിയുള്ള പലതും ഉണ്ടാകാനും സാധ്യതയുണ്ട്. അഗതികൾക്കും ആലംബഹീനർക്കുമുള്ള കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള പൊതുചിത്രം ഇവിടെ മായ്ക്കപ്പെടുകയാണ്. മഹാത്മാ ജീവകാരുണ്യ ഗ്രാമം പുതുക്കിയ ജീവിതങ്ങളുടേതാണ്. കൈവിട്ടു പോയതെന്താണോ അത് തിരികെ പിടിക്കാനുള്ള വഴിയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിനെ പിടിച്ചുകെട്ടുന്ന മനോഹാരിതയുണ്ട് ഇവിടെ പലതിലും. ഭാര്യയ്ക്കൊപ്പം ഇവിടേക്ക് ചേക്കേറിയ കൈപ്പട്ടൂർ സ്വദേശി ജേക്കബ് പറയും മനോഹരമായ ജീവിതാനുഭവങ്ങൾ. ഇവിടെ വന്ന് കണ്ടത് സിറ്റുവേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവരുടെ സർവീസിങ് രാവിലെ മുതൽ 24 hours സർവീസിങ് ഉണ്ട്. മീൽസിന് യാതൊരു കുഴപ്പമില്ല, നല്ല മീൽസാണ്, എല്ലാം ഉണ്ട്. ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. പെൻഷനടക്കം സ്ഥിര വരുമാനമുള്ളവരിൽ ചിലരാണ് ഇത്തരം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. ഇത്രയൊക്കെയല്ലേ, ഇനി ഒരു ചായ കുടിക്കാം. ഒരു ചായ, കട്ടൻ ചായ. ചേട്ടനാണോ അനിയൻ? തിരുവല്ല. അതെ. ചേട്ടൻ ഇവിടുത്തെ ആളാ? എത്ര ആളാ ഇവിടെ വന്നിട്ട്? 4 വർഷം. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണോ ചായ? പള്ളിക്കൽ, അങ്ങാടിക്കൽ, കോഴഞ്ചേരി അടക്കം മഹാത്മാ ജനസേവന കേന്ദ്രത്തിന് 4 ശാഖകൾ. 300-ലധികം പേരുണ്ട് ഇവിടെ. ആർക്കും അഭിരുചിക്ക് അനുസൃതമായ ജോലികളിൽ ഏർപ്പെടാം. അഭിനയ തൽപരരായിട്ടുള്ളവർക്ക് പ്രതിഭകളാവുകയുമാകാം. 10 വർഷമായി ഞാനിവിടെ വന്നിട്ട്. എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു. വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഇത് കണ്ട് ശരിക്കും ആഘോഷിക്കുകയും ചെയ്തു, ശരിക്കുകയൊക്കെ ചെയ്തു. നീ എന്നാ എടുക്കുന്നത്, അങ്ങനെയുള്ള എടുക്കണമെന്ന് പറഞ്ഞു. മാറുകയാണ് ഇത്തരം സ്ഥാപനങ്ങളും. അത് കെട്ടിലും മട്ടിലും പ്രകടവുമാണ്. കാഴ്ചകൾ മാറുന്നതിനോടൊപ്പം പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിലെ മാറ്റമാണ് ഇനി അനിവാര്യമാകുന്നത്. ഈ അനാഥാലയം എന്ന് പറഞ്ഞ് തരം താഴ്ത്തപ്പെടുകയല്ല വേണ്ടത്. കാരണം അനാഥരുണ്ടാവുക അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ബാധ്യത തന്നെയാണ്. അനാഥരെ സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് അവർ അനാഥരാക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എത്തപ്പെടുന്നവരെ സ്നേഹിക്കാൻ കഴിയണം. പല നാട്ടിൽ ജനിച്ചവരും വളർന്നവരും, വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ അന്യവൽക്കരിക്കപ്പെട്ടവർ, മാനസിക നില അപകടത്തിലാകപ്പെട്ടവർ. ഈ പുതുകാഴ്ചകളും അന്തരീക്ഷവും അവർക്ക് കൂടുതൽ ആരോഗ്യം പകരുമെന്നാണ് പ്രതീക്ഷ. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.